ഒരുപാട് വർഷത്തെ ബന്ധവും എൻ്റെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ തന്നിരിക്കുന്ന ആളുമാണ്. 1-2 ദിവസം അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ എനിക്ക് അഭിനയിക്കാനും സാധിച്ചു. അമൃതംഗമയ എന്ന ചിത്രത്തിൽ വളരെയധികം ഒരുപാട് പ്രാവശ്യം കാണുന്നില്ലായിരുന്നെങ്കിലും വളരെയധികം സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആൾക്കാരായിരുന്നു. ഏറ്റവും അവസാനമായിട്ട് ഞാൻ ചെയ്തിരിക്കുന്ന ഓളവും തീരവും എന്നുള്ള ചിത്രമാണ്. അപ്പം ആ സെറ്റിൽ അദ്ദേഹത്തിന് വരികയും ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തു. മലയാളത്തിന്റെ ഇതിഹാസ സാഹിത്യകാരനും ചലച്ചിത്ര സംവിധായകനുമായ MT വാസുദേവൻ നായർ നമ്മളെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ വൈകാരിക കുറിപ്പ് പങ്കുവച്ച് നടൻ മോഹൻലാൽ എത്തുകയുണ്ടായി. അതുകൂടാതെ മോഹൻലാൽ MTയെ അവസാനമായി കാണാൻ MTയുടെ വസതിയിൽ എത്തുകയും ചെയ്തു. മഴ തോർന്ന പോലെയുള്ള ഏകാന്തതയിലാണിപ്പോൾ തന്റെ മനസ്സിലെന്നും MT സാർ തനിക്ക് ആരായിരുന്നു എന്ന് പറയാൻ പോലും ആവുന്നില്ലെന്നും മോഹൻലാൽ കുറിക്കുകയുണ്ടായി. മഴ തോർന്ന പോലെയുള്ള ഏകാന്തതയാണ് ഇപ്പോൾ എന്റെ മനസ്സിൽ. ആർത്തിയോടെ ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ നിന്ന്, അഭിനയിച്ച് മതിവരാഞ്ഞിട്ട് വീണ്ടും വീണ്ടും വായിച്ച തിരക്കഥകളിൽ നിന്ന്, അരങ്ങിൽ നിന്നിറങ്ങിയിട്ടും ഹൃദയത്തിൽ തന്നെ താങ്ങി നിന്ന കഥാപാത്രങ്ങളിൽ നിന്ന് ഒക്കെ എന്റെ MT സാർ പോയല്ലോ. ചേർത്ത് പിടിക്കുമ്പോൾ മറ്റാർക്കും നൽകാനാകാത്ത സമാധാനവും സ്നേഹവും നെഞ്ചിലേക്ക് പകർന്നു തന്ന പൃഥുതുല്യനായ MT സാർ മടങ്ങിയല്ലോ. MT സാർ എനിക്ക് ആരായിരുന്നു എന്ന് പറയാൻ പോലും ആവില്ല. എല്ലാമായിരുന്നു എന്ന് പറഞ്ഞാലും കുറഞ്ഞു പോകും. പഞ്ചാഗ്നിയിലെ റഷീദിനെ പോലെ, സത്യത്തിലെ സത്യനാഥനെ പോലെ ആ ഇതിഹാസം മനസ്സിൽ സൃഷ്ടിച്ച കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകാൻ കഴിഞ്ഞതിൽ പരം ഒരു ഭാഗ്യം ഇനി വരാനുണ്ടോ? വായിച്ച് കണ്ണു നിറഞ്ഞ വരികൾ അഭിനയിച്ചപ്പോൾ പ്രേക്ഷകരുടെ കണ്ണും നിറഞ്ഞതിൽ പരം ഒരു സംതൃപ്തി ഇനി എനിക്ക് കിട്ടാനുണ്ടോ? മലയാളത്തിന്റെ അഭിമാനത്തെ ജ്ഞാനപീഠത്തിൽ ഇരുത്തിയ ബഹുമുഖ പ്രതിഭയായിരുന്ന പ്രിയപ്പെട്ട MT സാറിന് എങ്ങനെയാണ് ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുക? വേദനയോടെ, പ്രാർത്ഥനകളോടെ. ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞ മോഹൻലാൽ MTയെ അവസാനമായി കാണാനും എത്തിയിരുന്നു. ഇനിയും അദ്ദേഹത്തിന്റെ തിരക്കഥയിൽ മോഹൻലാലിന് എത്താൻ കഴിയുമോ എന്ന ചോദ്യമാണ് പലരും ചോദിക്കുന്നത്. കാരണം മോഹൻലാലും MTയും വീണ്ടും ഒന്നിക്കാൻ ഇരുന്നതായിരുന്നു. അവസാനമായി ആന്തോളജി വിവാദത്തിലുള്ള ഒരു കഥയിലായിരുന്നു മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ MTക്ക് വേണ്ടി ഒന്നിച്ചത്. MTയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു 2ാം ഊഴം സിനിമയാക്കി കാണുക എന്നത്. അതിന്റെ കാര്യങ്ങളൊക്കെ മകൾ അണിയറയിൽ നോക്കുന്നുണ്ട് എന്നാണ് അന്ന് പറഞ്ഞതും. ഇനിയും MTയുടെ ആ ഗംഭീര തിരക്കഥയിൽ മോഹൻലാലിനെ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പലരുമുള്ളത്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഹൃദയാഘാതത്തെ തുടർന്ന് ബുധനാഴ്ച രാത്രി 10-നായിരുന്നു MT വിട പറഞ്ഞത്. വ്യാഴാഴ്ച വൈകിട്ട് 5-ന് മാവൂർ റോഡ് ശ്മശാനത്തിലാണ് സംസ്കാരം. പത്മഭൂഷൺ, ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, JC ഡാനിയൽ പുരസ്കാരം, പ്രഥമ കേരള ജ്യോതി പുരസ്കാരം, കേരള നിയമസഭാ പുരസ്കാരം തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയ മഹത് വ്യക്തി സാഹിത്യത്തിന് പുറമെ ചലച്ചിത്ര രംഗത്ത് തിരക്കഥാകൃത്തായും സംവിധായകനായും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അധ്യാപകൻ, പത്രാധിപർ എന്ന നിലകളിലും MT പ്രവർത്തിച്ചു. 2 സിനിമകളിലായി 5 ഗാനങ്ങൾക്കും MT തൂലിക ചലിപ്പിച്ചിട്ടുണ്ട്.